അമ്മാവാ അമ്മാവാ. അയ്യോ നേരം വെളുത്തോ? പിന്നെ താരെണീറ്റന്നെ തോന്നണേ. അയ്യോ ആ പെണ്ണ് പാല് കൊണ്ടുവരുന്നത് ഇപ്പോഴാ. ഞാൻ കുറേ ചീത്ത പറഞ്ഞു. സാർ ചായ. ഹലോ, സ്റ്റേഷനിലെ ഇത് ഹരീഷൻ സാറിന്റെ എവിടുന്നാ? എടാ ഫോണൊന്നും എടുക്ക്. അനി അനി. ഹലോ, ആ അതെ, ഡിവൈസ് വിടാ. ആ വിളിക്കാം. ചേട്ടാ സ്റ്റേഷനിന്നാ. എന്താന്ന് ചോദിക്കേ? എന്തോ എമർജൻസി ആണെന്നാ പറഞ്ഞത്. ചേട്ടനെ ഒന്ന് ചോദിക്കേ. ഹലോ, ഡിവൈഎസ്പി ഹിയർ. ആ ഏത് ആ ഫിലിം? ആ ആ ആരാ ഇതിപ്പം സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച്? അങ്ങോട്ട് ആളെ വിട്ടിട്ടുണ്ടോ? ഡെഡ് ബോഡി ആരും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ. കഷ്ടമായിപ്പോയി. ഞാനിപ്പോ അങ്ങെത്താ. റിയലി അൺഫോർച്ചുനേറ്റ്. ആരാ കാലത്തെ കാറ്റുപോയി കിടക്കുന്നത്? ഹരികൃഷ്ണൻ. നമ്മുടെ? അത് തന്നെ, ഹരികൃഷ്ണൻ, ഫിലിം ഡയറക്ടർ. എങ്ങനെ? തട്ടിയതാ. ആര്? ആരോ. ഭയങ്കര സെൻസേഷൻ ആവൂലേ? എവിടെ വെച്ച സംഭവം? അങ്ങേരുടെ സ്ഥലത്ത് വെച്ച് തന്നെ. അങ്ങേര് ഇരുന്ന് എഴുതുന്ന കോട്ടേജ് വെച്ച്. ആരെങ്കിലും വിളിച്ചാ ഞാൻ സ്റ്റേഷനിലോട്ട് പുറപ്പെടുകയെന്ന് പറഞ്ഞത്. ഇങ്ങേരെ ഇവിടുത്തെ വാച്ചർ. ഇൻസ്റ്റന്റ് എത്താം. സർ
ലോക്ക് ചെയ്തോളൂ. ആ നായെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോ കൂടെ കയറുന്നവരോട് പ്രത്യേകം പറയണം, ഒന്നും ഡിസ്റ്റർബ് ചെയ്തെന്ന്. സൈമൺ തന്നെ ഇവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്തോളൂ. പുറത്ത് ക്രൗഡ് കൂടിക്കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് ബോഡി എടുത്തില്ലെങ്കിൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതാവും. 1-2 സിനിമാ പത്രക്കാരും അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട്. അവർ കിടന്ന് ബഹളമുണ്ടാകും. ഒറ്റ ഒന്നിനെ ഈ കോമ്പൗണ്ടിലേക്ക് കയറ്റണ്ട. നമ്മുടെ ആൾക്കാരോ അയാളുടെ ക്ലോസ് റിലേറ്റീവ്സോ മാത്രം വന്ന അകത്തേക്ക് വിട്ടാൽ മതി. പുള്ളിയുടെ മിസ്സസ് നോക്കുക. അവരെ ഇപ്പൊ ഉടനെ ആ റൂമിലേക്ക് കയറ്റണ്ട. ഫിംഗർ പ്രിന്റുകാരുടെയും ഫോറൻസിക്കാരുടെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. സൈമണ്ട് ഓക്കെ കിട്ടിയിട്ട് മാത്രം പെർമിഷൻ കൊടുക്കും. സർ രാജേന്ദ്ര, ആ വാച്ചറോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പുള്ളിയാണോ ആദ്യം ബോഡി കാണുന്നത്? ആന്നേ. എങ്ങനെയായിരുന്നു? കാലത്തെ ചായയും കൊണ്ട് ചെന്നപ്പോ. അപ്പൊ എത്ര മണിയായി കാണും? ഒരു 6-6:30. പരവരാന്ന് വെളുത്ത് വരുന്നേ ഉള്ളായിരുന്നു. സാധാരണ ആ നേരത്താണോ പുള്ളി എണീക്കാറ്? ചിലപ്പം അതിന് നേരത്തെ എണീക്കും. വെളുപ്പിന് എണീക്കുന്നതാ ഇഷ്ടം. അതിരാവിലെയാണോ പുള്ളി സാധാരണ എഴുതാറ്? ഓ, ഈ സ്ഥലവും കെട്ടിടമൊക്കെ പുള്ളിയുടെ അല്ലേ? അതെ. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാനും എഴുതാനും ഒക്കെ വേണ്ടിയിട്ട് സാറ് തന്നെ സ്വന്തം ഇഷ്ടപ്പെടി വെച്ച കോട്ടേജായത്. സിറ്റി വേറെ വീടുണ്ടല്ലോ? ഉണ്ട്. എന്നാലും എന്തെങ്കിലും വർക്കാടൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ ഊണും ഉറക്കും എല്ലാം. അന്നേരം വീട്ടിലോട്ട് പോവില്ല? ഇല്ല. അങ്ങനെ എത്ര ദിവസം വരെ വീട്ടിൽ പോകാതെ ഇവിടെ കഴിയാറുണ്ട്? അതാ ജോലി തീരുന്നവരാണ് ആ കണക്ക്. ചിലപ്പോ 1 മാസം 1.5 മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് താമസിച്ചിട്ടുണ്ട്. ആ സമയത്ത് വീട്ടിലേക്ക് പോവില്ല? വീട്ടിലേക്കെന്നല്ല, ഒരിടത്തോട്ടും പോവില്ല. ഇവിടെ തന്നെ മുറ്റവും കാമ്പൗണ്ടും ഒക്കെ ആയിട്ട് ആലോചിച്ച് ചുറ്റി നടക്കും. അപ്പൊ ഭാര്യയായിട്ട് ഫോണിനോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോ അവരിങ്ങോട്ട് വരും. വേറെ ആരൊക്കെ വരും? അങ്ങനെ അധികാരം വരാറില്ല. ആ, എന്നാലും ആരെങ്കിലും ഒക്കെ വരാതിരിക്കോ? പ്രൊഡ്യൂസർമാരോ, ഫിലിം സ്റ്റാർസോ, പുതുമുഖങ്ങളോ? ചിലരൊക്കെ തപ്പി പിടിച്ചിങ്ങെത്തും. ആണുങ്ങളോ പെണ്ണുങ്ങളോ? രണ്ടും വരും. ചാൻസ് ചോദിച്ചോ? അതെ. വീട്ടിലിരുന്നാൽ എവിടെ വരവ് കാരണം എഴുത്ത് നടക്കാത്തതുകൊണ്ടാ സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ടിങ്ങത്. എന്നാലും ചിലരൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെയെത്തും. അപ്പോൾ വെള്ളം അടിക്കൂ? മുഖത്തിന്റെ ലക്ഷണം കണ്ട് ചോദിച്ചതേ ഉള്ളൂ. അടിക്കുവേ? എങ്ങനെയാ? ദിവസം അടിക്കോ അതോ കെട്ടിയാൽ അടിക്കോ? ദിവസമില്ല, എന്നാലും ദിവസം അടിക്കും അല്ലേ? എങ്ങനെയാ? സാറ് എഴുതാണോ? അയ്യോ, ഇന്നേ ദിവസം വരെ അടിച്ചോണ്ട് ഞാൻ അദ്ദേഹത്തിന് മുമ്പ് പോയിട്ടില്ല. മണമടിക്കുമെന്ന് തോന്നിയാ ഞാൻ പിന്നെ ഇപ്പുറത്തോടങ്ങ് മരിയല്ല. അടുക്കളയിലും ഞാൻ ഒഴിഞ്ഞു കളയും. ഇന്നലെ നിങ്ങൾ തമ്മിൽ അവസാനം കണ്ടപ്പോഴായിരുന്നു? വൈകുന്നേരം ഞാനൊന്ന് പുറത്തോട്ട് പോയി. വൈകുന്നേരം എന്ന് പറയുമ്പോ? ഒരു 5 മണി. അത്രയും തന്നെ ആയി കാണില്ല. സാറിനോട് ചോദിച്ചോളാണോ പോയത്? അതെ. തിരിച്ചു വരുമ്പോ എത്ര മണിയാക്കണം? 11 കഴിഞ്ഞ് കാണും. ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്റെ അർത്ഥം ഞാൻ എപ്പോഴെങ്കിലും ഇനി എത്തിയാൽ മതി എന്നാ. അങ്ങനെ പെർമിഷൻ കിട്ടുന്ന ദിവസം പോയി ശരിക്കും അങ്ങ് കയറ്റുമായിരിക്കും. അപ്പൊ ഇന്നലെ അതുപോലെ ഫുഡ് എടുത്ത് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞതിന്റെ പേരില് അപ്പോൾ പോയി സ്റ്റൈലായിട്ടൊന്ന് മിനുങ്ങി. ഇന്നലെ ശാരം കൂടുതലായി പോയി. വന്നിട്ട് സാറിനെ കണ്ടോ? ഇല്ല. വന്നൊന്ന് അറിയിക്കാനായിട്ട് ചെമക്കുകയും പട്ടിയെറിയൊക്കെ ചെയ്തിട്ട് കയറി കിടന്നു. പിന്നെ കാലത്താ കണ്ണുറക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. സാറിന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇരുന്ന് എഴുതിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അതെന്താ പോവാഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ, മണം ഓടിച്ചോണ്ട് സാറിന്റെ മുമ്പ് ഞാൻ വെട്ടപ്പെടാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ചോളൂ. അങ്ങനെ പതിവ്. ഒരു എവിഡൻസും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ചെരുപ്പ്. ചെരുപ്പോ? സർ, ഒരു ലേഡീസ് ചപ്പൽ. ഒരെണ്ണോ ഒരു ജോഡിയോ? ഒരെണ്ണം. റോണി സ്മെല്ല് പിടിച്ച് ഓടി കിട്ടിയതാ. എവിടെ കിടന്നു? ആ നടവഴിയിൽ.
ഇന്നലെ സാറിന് ഗസ്റ്റ് വല്ലവരും ആരുമില്ലായിരുന്നു. മിനിയാന്ന് കഴിഞ്ഞ 9 ദിവസമായിട്ട് സാർ ഇവിടെ താമസിക്കുന്നു. ഈ 9 ദിവസവും ഞാനല്ലാതെ കാലത്തെ പാലും കൊണ്ടുവരുന്ന ഒരു പെങ്കൊച്ചല്ലാതെ മറ്റൊറ്റയാളും ഈ കാമ്പൗണ്ടിനുള്ളിൽ കടന്നിട്ടില്ല. അപ്പോൾ ആ സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും. എനിക്ക് കുറെ കൂടെ ചോദിക്കാനുണ്ട്. അയ്യോ സാറേ, വയസ്സുകാലത്ത് അദ്ദേഹത്തിന്റെ ചോറായി എന്റെ ഈ തടി. ഇക്കാര്യത്തിൽ ഈ കളവിനെ സംശയിക്കുന്ന മഹാബാബ. അവിടെ കേൾക്കണം. ആൾക്കൂട്ടം കയറി ചവിട്ടി പോച്ചിട്ടുന്നതാണ്. റോഡ് വലിച്ചെടുക്കുകയായിരുന്നു. അതെ, മഹസർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിലെടുത്ത ഉടൻ ഈ വീടും ഗേറ്റും ഒക്കെ സീൽ ചെയ്തേക്കാൻ സൈമനോട് പറഞ്ഞേക്ക്. ഡ്യൂട്ടിക്ക് 1-2 കോൺസ്റ്റബിൾസിനാണ്. ഈ ആൾക്കാരോടൊക്കെ മറിയിക്കാൻ. എല്ലാവരും മറന്നേ. കൺഗ്രാചുലേഷൻസ്. എന്തിനാ? സ്റ്റാർ തെളിഞ്ഞില്ലേ? വൈകുന്നേരം ടിവിയിൽ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടില്ലേ? ഇനിയിപ്പോ നാളെ മുതൽ തുടങ്ങുകയല്ലേ അണ്ണന്റെ ഗ്ലാമർ കാലം. ഫിലിം വീക്ക്ലീസിൽ ഇനിയിപ്പോ ഒരു 3-4 മാസം ആശാൻ ഈ കേസുമായി കിടന്ന് വിലസ. മറ്റേ നടിയെ ചോദ്യം ചെയ്യുന്നത്, മറ്റേ നടനെ ചോദ്യം ചെയ്യുന്നത്. ഓഹോ, രോമാഞ്ചം. നടന്മാരെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. നടികളെ മുഴുവൻ ചോദ്യം ചെയ്യാൻ പോവാ. ഒന്ന് പോണ തൊന്തരവ് പിടിച്ച കേസാ. മന്ത്രിമാരും പത്രക്കാരും മുതല് കോളേജ് പെമ്പിള്ളാർ വരെ സ്റ്റേഷനിലോട്ട് വിളിയാ. ഇന്നിപ്പോ ഒരു അരമണിക്കൂറിന് മുമ്പ് ഏതോ ഒരു കൊച്ചു പെണ്ണ് വിളിച്ചിട്ട് ഭയങ്കര തെറിയും കരച്ചിലും. ഞങ്ങൾ ആളെ പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ആളപ്പടിയാ ഇപ്പടിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേലും പുള്ളിക്ക് നല്ല അസലൊരു ഫാൻ ഫെയർ ഉണ്ടായിരുന്നു എന്ന് ഇന്നെനിക്ക് ബോധ്യമായി. അതും ഇതിപ്പോ അങ്ങയുടെ ഗ്ലാമറിന്റെ പീക്കിൽ നിൽക്കുന്ന ടൈം. തട്ടിപ്പോയതൊരു ബോർ അവസ്ഥയിലാണേലും ആശാൻ അവിടെ സ്കോർ ചെയ്തു. കാറ്റ് പോണേൽ ബെസ്റ്റ് ടൈമിൽ പോണോന്ന് പറയുന്നത് നേരാന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ മരിച്ചത്. എന്നാലും ക്രൂവലായിപ്പോയി. ഈ എഴുത്തുകാര് സിനിമാക്കാര് വർഗത്തില് എനിക്ക് നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരൊറ്റ കക്ഷിയായിരുന്നു. ഹി വാസ് എ റിയൽ ആർട്ടിസ്റ്റ്. ഏതായാലും ഞാനൊരു പൈന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. പ്രമോഷൻ കിട്ടിയിട്ട് ചേട്ടൻ ആദ്യം കിട്ടുന്നത് നല്ല സ്റ്റൈലിനൊരു കേസ്. പല അന്തനെ അടവോടനെയൊക്കെ ആര് കൊന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം? ഇതിപ്പോ പിടിച്ച 10 പേര് അറിയുമല്ലോ. പിടിച്ചില്ലേലും 10 പേരറിയും. അപ്പൊ ഗ്ലാമർ നാറ്റവും. അതാ പടി.